യു എയിൽ ബാങ്ക് ലോൺ ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു വാഹനം ബാങ്ക് ലോൺ പൂർണ്ണമായിട്ട് അടച്ചു തീർക്കുന്നതിന് മുൻപ് നമുക്കത് വിൽക്കാൻ പറ്റുമോ, ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇന്ന് അതേക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്, എങ്കിലും അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്, ചില കണ്ടീഷൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ. അപ്പൊ ഇങ്ങനെ ബാങ്ക് ലോൺ അടച്ചു തീർക്കുന്നതിന് മുൻപ് നമ്മുടെ വാഹനം വിൽക്കണം, മറ്റൊരാളുടെ പേരിലേക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ബാങ്കിനെ അറിയിക്കുക എന്നുള്ളതാണ്. ബാങ്കിനെ കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുക. ഇതുപോലെ വാഹനം വിൽക്കാനാണ്, പക്ഷെ ഇപ്പോഴും ബാങ്ക് ലോണിൽ തന്നെയാണ്. അപ്പോൾ അത് ബാങ്ക് അത് അസസ് ചെയ്തതിന് ശേഷം എത്രയാണ് നിങ്ങൾ ബാലൻസ് അടയ്ക്കാനുള്ള ലോൺ എമൗണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങളെ കൃത്യമായി അറിയിക്കും. അപ്പോൾ ഈ ലോൺ എമൗണ്ട് തുക നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് അടയ്ക്കുക, ഇല്ലെങ്കിൽ ഈ ബയറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നിങ്ങൾക്ക് ഈ ബാങ്ക് ലോൺ ക്ലിയർ ചെയ്യാം. ബാക്കിയുള്ള തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നാൽ മതി എന്ന് ചിന്തിക്കുക. ബാങ്കിന്റെ തുക കൃത്യമായി ശേഷിക്കുന്ന ബാങ്ക് ലോൺ തുക അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകും. അതായത് ലോൺ ക്ലിയർ ചെയ്തു എന്ന് കാണിക്കുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകും. ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വളരെ അത്യാവശ്യമാണ്, കാരണം ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബാങ്ക് നൽകുന്ന ലോൺ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് നിങ്ങൾക്ക് RTA സമീപിക്കാൻ പറ്റുക, പ്രത്യേകിച്ച് ഓണർഷിപ്പ് ചേഞ്ചിനായി. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ജനറൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾ ബാങ്ക് ലോണിൽ വാങ്ങിച്ച വാഹനത്തിന്റെ ലീഗൽ അവകാശം ബാങ്കിന് തന്നെയാണ്. അതുകൊണ്ട് ബാങ്കിന്റെ പെർമിഷനും ബാങ്കിന്റെ വ്യവസ്ഥകൾ ഫോളോ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. റിമൈനിങ് ബാങ്ക് ലോൺ തുക കൃത്യമായി അടച്ച് ബാങ്കിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാർ സെല് ചെയ്യാനും അതിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനും ഒരു തടസ്സവും ഉണ്ടാവില്ല. പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ പേരിലൊരു ബാങ്ക് ലോൺ ഉണ്ട്, വാഹനത്തിന്റെ പേരിലൊരു ബാങ്ക് ലോൺ ഉണ്ട്. ആ ബാങ്ക് ലോൺ ഈ പുതിയ ബയറിന്റെ പേരിലേക്ക് മാറ്റാനുള്ള എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. സാധാരണ അങ്ങനെ ബാങ്കുകൾ അലോ ചെയ്യാറില്ല. പക്ഷെ ചില ബാങ്കുകൾ ഈ ലോൺ മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനവും UAE ഉണ്ട്. പക്ഷെ അത് ബാങ്കുകളുടെ ഡിസ്ക്രിപ്ഷൻസിനും പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻസിനും ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ പേരിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വാഹനങ്ങളുടെ പേരിൽ എടുത്തിരിക്കുന്ന ലോൺ തുക പുതിയ ഒരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അക്കാര്യം ഓരോ ബാങ്കുകളിലും ചെന്ന് നമ്മൾ എൻക്വയറി ചെയ്യേണ്ട കാര്യമാണ്.